കോഴിക്കോട് വെള്ളയിൽ 45-കാരന്റെ മൃതദേഹം ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തും. ശനിയാഴ്ച മരിച്ച തോണിച്ചാൽ സ്വദേശി അഷീമിന്റെ മൃതദേഹമാണ് വീണ്ടും തുറക്കുന്നത്. തലേദിവസം ബന്ധുവിനൊപ്പം മദ്യപിച്ച് രാത്രി അവശനായി എത്തിയ അഷീമിന് രാവിലെയും ബോധം തെളിയാതെ വന്നതോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. തലച്ചോറിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്ന് സ്കാനിംഗിൽ വ്യക്തമായെങ്കിലും മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു. മരണത്തിൽ കുടുംബത്തിന് സംശയം തോന്നിയതിനാലാണ് മൃതദേഹം ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്താൻ ഒരുങ്ങുന്നത്. എം.എസ്. അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, എന്തായിരുന്നു തുടക്കത്തിൽ ഒരു പോസ്റ്റ്മോർട്ടത്തിന് മുതിരാതിരുന്നത്? പിന്നെ എന്താണ് കുടുംബത്തിനോട് സംശയം തോന്നാൻ കാരണം? വിവരങ്ങൾ. ഭവ്യ, നമുക്കൊപ്പം മകൻ ആദിൽ തന്നെയുണ്ട്. അതായത് 5-ാം തീയതി വൈകുന്നേരമാണ് മദ്യപിച്ച് ഏതാണ്ട് അവശനിലയിലായി ആസിമിനെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. തുടർന്ന് അദ്ദേഹം ആ വീട്ടിൽ കിടന്നുറങ്ങുകയും അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ തന്നെയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. പക്ഷേ രാവിലെ ആയിട്ടും ഉണരാതെ വന്നതോടുകൂടിയാണ് ആ കുടുംബം ഈ സമീപത്തിനുള്ള ബീച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ചികിത്സകൾ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 6-ാം തീയതി അർദ്ധരാത്രി അല്ലെങ്കിൽ 7-ാം തീയതി പുലർച്ചയോടുകൂടി മരണം സംഭവിക്കുകയുമായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ മൃതദേഹമൊക്കെ വിട്ടുകിട്ടി വീട്ടിലെത്തിച്ച് സംസ്കരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നു. പിന്നീടാണ് ശരീരത്തിൽ ചില മുറിപ്പാടുകളൊക്കെ ഉള്ളതായി മറ്റുമൊക്കെ കുടുംബത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികൾ ആവശ്യപ്പെടുകയും ചെയ്ത്. നമുക്കിപ്പോൾ മകൻ ആദിൽ തന്നെ ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ഈ ഒരു പോസ്റ്റ്മോർട്ടം വേണ്ടെന്നൊരു തോന്നൽ വരാൻ കാരണം? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഈ ഖബർ തുറന്നൊരു പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെടുന്നത്? അതെന്താണെന്ന് അറിയില്ല. ഉമ്മ പറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് വെട്ടി മുറിച്ചിട്ട് ഇവിടെ കൊണ്ടുവരണ്ട, മോൾക്ക് കാണിക്കാനുള്ളതല്ലേ, അപ്പോൾ പോസ്റ്റ്മോർട്ടം വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മക്ക് കുറച്ച് വയ്യാണ്ടായതുകൊണ്ട് തന്നെ മറ്റേ മരണത്തിൻ്റെ അറിഞ്ഞിട്ട് വയ്യാണ്ടായിട്ട് തന്നെ നമ്മൾ വേഗം വീട്ടിലേക്ക് വന്നു. ഒരു 2 മണി മരണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ കഴിഞ്ഞപ്പോൾ ഉമ്മക്ക് വയ്യാണ്ടായി, കൊഴിഞ്ഞുപോയി. അപ്പോൾ നേരെ ഓട്ടോറിക്ഷ കയറിയിട്ട് ഞാനും എൻ്റെ ഉമ്മൻ്റെ അനിയത്തിയൊക്കെ ആശുപത്രിയിൽ. അപ്പോൾ നമ്മൾ വേഗം ഓട്ടോറിക്ഷ കയറിയിട്ട് ഇങ്ങോട്ട് വന്ന് വീട്ടിലേക്ക് വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു രാവിലത്തെ വാങ്ങ് കൊടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താണ് പിന്നെ സംശയം തോന്നാനുള്ള കാരണം എന്താണ്? സംശയം തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നെഞ്ഞിൻ്റെ അവിടെ ഒരു പാടുണ്ടായിരുന്നു. പിന്നെ വലത്തെ കൈയിൻ്റെ മസിലിൻ്റെ അവിടെ ഒരു ചുവന്ന അടയാളം, മുഖത്ത് 2 പാടും ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നി? അങ്ങനെയാണ് പോലീസിന് കേസ് എടുത്തത്. പിന്നെ തലയിൽ ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. ഈ ആശുപത്രി ചെന്ന ശേഷം എങ്ങനെയായിരുന്നു അവസ്ഥ? കണ്ണ് തുറക്കണില്ല, സംസാരിക്കണമില്ല, ശ്വാസം വലിക്കണുണ്ട്, കൈ പൊക്കണുണ്ട്, അത്ര പറ്റണുള്ളൂ. സർജറിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തതാണ്? സർജറിക്ക് ഒരുക്കം എടുത്തിട്ട് മുടി ഷേവ് ചെയ്യണതിൻ്റെ ഇടയ്ക്കാണ് റെഡ് ഏരിയയിലേക്ക് കൊണ്ടുപോകണത്. സ്ട്രക്ചറിൽ തന്നെ സ്പീഡിൽ കൊണ്ടുപോയി. പിന്നെ നമ്മളവിടെ ഇരുന്ന് ഷോക്കായിട്ടിരുന്ന് അങ്ങനെ തന്നെ ഇരുന്ന്. ഇതെന്താണ് നിങ്ങൾക്കൊരു സംശയം തോന്നാനുള്ള കാരണം? ആദ്യഘട്ടത്തിൽ ഈ പോസ്റ്റ്മോർട്ടത്തെ കുറിച്ച് ആശുപത്രി പറഞ്ഞു. സംശയം എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് സംശയം എന്ന് പറയാൻ, 1 ഈ മാരിഭാഗത്തിന്റെ ഒരു കുത്തുണ്ട്, 2 നമ്മുടെ ഈ മുഖത്ത് ഒരു പാടുണ്ട്, 3-ാമത്തെ ഇവിടെ ഒരു കലയുണ്ട്. അങ്ങനെ ഒരു 2-3 സംശയങ്ങളാണ് എനിക്കുള്ളത്. പക്ഷേ അന്നേരം തന്നെ ഞാൻ ഈ സാധാരണ മൂപ്പര് കള്ളു കുടിച്ച് വന്ന് കടക്കലുണ്ട്, അതുപോലെയാണെന്ന് കണക്കാക്കിയിട്ട് ഞാനൊന്നും പ്രൊസീഡ് ചെയ്യില്ല. ഞാൻ പിന്നെ നേരെ പണിക്ക് പോയത്. ഞാൻ ബീച്ചിലെ ഒരു ചായ വണ്ടിയിൽ പണിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ പറഞ്ഞ് മോളെ കൊണ്ടുപോയിക്കാന്ന് പറഞ്ഞിട്ട് പൈസ എടുത്ത് കൈ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു മോളെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് കൊണ്ടുപോരും എന്ന് പറഞ്ഞതാണ്. പിന്നെ 2ാമത് എന്നെ വിളിച്ച് പറയുന്നത്, ഞാൻ കാടമുട്ടയൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. അങ്ങനെ ശരി എന്നാൽ ആയിക്കോട്ടെ, ഇപ്പോൾ പൈസ ഇല്ല, ശരി ഞാൻ ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞേക്കെന്ന് പറയുമ്പോൾ പറഞ്ഞയച്ച് പൈസ കൊടുത്ത് വെച്ച് ശരി കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞാൻ ഇവനെ വിളിച്ച് 11 മണിക്ക് വിളിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ കുഴപ്പമില്ല, മരുന്ന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ മാത്രമേ വരുന്നു. പിന്നെ മൂത്ത ഇളയ ആളാണ് പോയത്. പിന്നെ രാത്രി ഒരു 11 മണിക്ക് വിളിച്ചപ്പോഴത്തേക്കും മുപ്പര് പറഞ്ഞു മൂക്കിൽ കൂടെ വയറിട്ടേക്കുന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പിന്നെ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് 1:40 ഒരു 1:40 അന്ന് ഓണവും നബിദിനും കൂടെ ആയിരുന്നല്ലേ. അപ്പോൾ കച്ചവടം കുറച്ച് കൂടുതൽ കിട്ടുന്ന ദിവസമാണ്. ഇത് കിട്ടിയിട്ട് വേണമല്ലായിരിക്കും അങ്ങോട്ട് 2 കുടുംബങ്ങളെ ഞാൻ നോക്കി പോകണമെന്നില്ല. അപ്പം അങ്ങനെ 2 കുടുംബങ്ങളെ ഞാൻ നോക്കണമെങ്കിൽ ഈ കഷ്ടപ്പെട്ടേ വെച്ചു. ആ ഒരു പ്രശ്നം എന്നാലും മൂപ്പരെ കൊടുക്കുകയൊക്കെ ചെയ്യും. ഇതിപ്പം എങ്ങോട്ടാണ് പോയത്? ആരുടെ ഒപ്പമാണ് മർദ്ദിച്ചത്? ആരാണ്? പിടുത്തമൊന്നും ഇല്ലാത്ത, അതാണ് എനിക്ക് തെളിഞ്ഞു കിട്ടേണ്ടത്. ഇവിടെ നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് തെളിഞ്ഞു കിട്ടണം. ആരാണ് എന്താണെന്നുള്ളതും തിരിഞ്ഞു കിട്ടണം എനിക്ക്, അത്രേ ഉള്ളൂ. ഇവന്റെ കണ്ണും മേടിച്ച് കുടിച്ച് നടക്കുന്ന ആൾക്കാർ എന്നെ ചെയ്തതാണോ വേറെ ആരെങ്കിലും ആണോ എന്ന് പറയാൻ കഴിയില്ല. ഇവന്റെ കൂട്ടത്തിൽ ഇവനെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് മറ്റുള്ള കമ്പനിക്കാരെ കൊണ്ടുപോയി കുടിപ്പിക്കലാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് 10-200 ചോദിച്ചാൽ പറയും
എന്റെ ഭാര്യ എടുത്ത് പറയും കൊണ്ടായി കൊടുക്കെന്നും പറയും. 2 കുടുംബം നോക്കണം, ഞാൻ എന്നാലും ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ എന്റെ കുട്ടികൾക്ക്, എന്റെ പേരെ കുട്ടികളല്ലേ ഇവര്. ഞാൻ ജീവിച്ചിരിക്കുന്ന ആരംഭം മറ്റൊരുത്തന്റെ കഞ്ഞിയുടെ വെള്ളത്തിന് പോരെന്നുള്ള നിർബന്ധക്കാരനാണ് ഞാൻ. അപ്പൊ ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ അല്ലെ? ആ ഒരു ചിന്ത ഇല്ല, ആരൊക്കെ ഉണ്ടായിരുന്നുള്ള അറിയില്ല ഞങ്ങൾക്ക്. സത്യത്തിൽ നമ്മൾ കണ്ടിട്ടുമില്ല. അത്രേ ഉള്ളൂ എനിക്ക് പ്രശ്നം. ഇതിന്റെ ഒരു സംശയം മാറ്റണം, പിടിക്കണം, അത്രേ ഉള്ളൂ. ഇതിന്റെ പിന്നിൽ ആരാണ് കളിച്ചത് അതൊന്ന് പിടിക്കണം, അത്രേ ഉള്ളൂ. ആരാണിത് ചെയ്ത്, ഇവന്റെ കൂട്ടത്തിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള മാത്രം നമുക്കൊന്ന് അറിഞ്ഞു കിട്ടിയാൽ മതി. ഈ വീട്ടിൽ കൊണ്ടുവിട്ടത് ഒരു ബന്ധുവായ ഒരു പയ്യൻ തന്നെയല്ലേ? അതെ, ബന്ധുവാണ്. അവൻ പറയുന്നത് അവന് പിന്നെ ഇവിടെ നിന്നാണ്, ക്യാൻറ്റീനിന്റെ അടുത്താണ് കിട്ടിയെന്നാണ് അവൻ പറയുന്നത്. അതാണ് ഓന്റെ വർത്താനം. എന്താണെന്നുള്ള ഇതിനകത്തുള്ള സത്യാവസ്ഥ എനിക്ക് അറിയില്ല. അപ്പൊ ഞങ്ങൾക്ക് സത്യാവസ്ഥ മാത്രം എനിക്കൊന്ന് അറിഞ്ഞു കിട്ടിയാൽ, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള അറിയണം. അത് ഏത് ചാനലുകാരായിരുന്നാലും ഏത് പോലീസുകാരായിരുന്നാലും ഞങ്ങൾക്ക് ഇതൊന്ന് അറിഞ്ഞു കിട്ടണമെന്നേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം ചെയ്യാതെയാണ് ബോഡി കൊടുത്തു വെച്ചതെന്ന്. സാധാരണ അങ്ങനെ വിടാറില്ല അല്ലെ? അതാണ്, അങ്ങനെ വിടാറില്ലല്ലേ. അപ്പോഴും എനിക്ക് അങ്ങനെ പറ്റിയൊരു ഇതുമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. പെട്ടെന്ന് നടപടിക്രമങ്ങൾ തീർത്താണ്ട് മരിച്ചു കഴിഞ്ഞ് 1.5 മണിക്കൂറിനുള്ളിൽ ബോഡി വീട്ടിലെത്തി അല്ലെ? ആ പുറത്തേക്കാണ് എത്തുന്നത്. വാങ്ങു കൊടുക്കുന്ന നേരത്ത്, സുബൈ വാങ്ങു കൊടുക്കുന്ന നേരത്താണ് എത്തുന്നത്. ഭവ്യ, ഇത് തന്നെയാണ്. വളരെ പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം വിട്ടു നിൽക്കുന്നു. പോസ്റ്റ്മോർട്ടത്തെക്കുറിച്ചുള്ളൊരു ധാരണയായി. കുടുംബം ആദ്യ ഒരു ഘട്ടത്തിൽ എന്താണ് സംഭവിച്ചെന്ന് അറിയാതെ ഒരു പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവർ കൂടുതലായ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുമില്ല. പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യങ്ങളൊന്നും അത്ര വലിയ കാര്യമായി കൈക്കൊണ്ടുമില്ല. പക്ഷേ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ വീണ് പരിക്കേറ്റ് അല്ലെങ്കിൽ മദ്യപിച്ച് അബോധാവസ്ഥയിലായി മറ്റുമൊക്കെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം മരണം സംഭവിച്ചാൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി പോലീസിന്റെ നടപടികളും പൂർത്തിയാക്കി മാത്രമാണ് മൃതദേഹം വിട്ടു നൽകാറ്. പക്ഷേ അതിന് വിരുദ്ധമായ ഒരു നടപടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. ഇപ്പോഴും ഈ കുടുംബത്തിനൊന്നും അറിയില്ല എവിടേക്കാണ് പോയത്, ആരോടൊപ്പമാണ് മദ്യപിച്ചത്, ഏത് അവസ്ഥയിലാണ് വീട്ടിലേക്ക് എത്തിയത് എന്നീ കാര്യങ്ങളെക്കുറിച്ചൊന്നും കൃത്യമായൊരു ധാരണയില്ലാത്ത സാഹചര്യം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കുടുംബം പരാതി നൽകുകയും ഖബർ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്ത്. ഇന്നലെ തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ വീട്ടിലേക്ക് എത്തി. അദ്ദേഹം അവസാന സമയത്ത് വീട്ടിലെത്തുമ്പോൾ ധരിച്ച വസ്ത്രങ്ങളൊക്കെ അടക്കം ശേഖരിച്ചിട്ടുമുണ്ട്. ഭവ്യ. ശരി, എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.